ചികിത്സക്ക് പോകുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രത്യേക കാര്യങ്ങൾക്കാണ്. നിങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യമേഖലയുടെ വികസനം കാണാത്തയാളാണോ? ഞാനീ പറഞ്ഞ ഏതെങ്കിലും കാര്യം പ്രത്യേകമായി നിഷേധിക്കാൻ കഴിയുന്നതാണോ? എന്തിനാണ് നിങ്ങളത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിലെ ആരോഗ്യരംഗത്ത് വികസനം ഉണ്ടായിട്ടില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനൊരു കാര്യം പറയാൻ സാധിക്കൂ? നമ്മുടെ കൺമുന്നിൽ കാണുന്ന മാറ്റങ്ങളല്ലേ, കൺമുന്നിൽ വന്ന ദൃശ്യങ്ങളല്ലേ ഇതൊക്കെ. എന്തിനാണത് മറച്ചു വെക്കാൻ നോക്കുന്നത്? മാധ്യമം എന്ന് പറയുന്നത് നാടിൻ്റെ വികസന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളതല്ലേ. ഏതെങ്കിലും കൂട്ടർക്ക് വേണ്ടി വെറും അസത്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കാനുള്ള ഒന്നാണോ? അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ ചോദ്യം വന്നത്? സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായിട്ട് പുതിയ സർക്കാർ അധികാരത്തിലെത്തുകയാണെങ്കിൽ നടപ്പാക്കാൻ പോകുന്ന സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ. സാമ്പത്തിക സ്ഥിതി ഇപ്പം തന്നെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നികുതിയേതര വരുമാനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാനായിട്ടുണ്ട്. അത് നമ്മുടെ പൊതു സാമ്പത്തിക നില ഭദ്രമാക്കിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന് ആവശ്യമായ അർഹതപ്പെട്ട പലതും നിഷേധിക്കുന്ന നിലയാണല്ലോ ഉള്ളത്. നമ്മുടെ കേരളം 2.5%, രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 2.5% കേരളത്തിലെ ജനസംഖ്യ. പക്ഷേ നമുക്ക് ലഭിക്കുന്ന നികുതി വീതം 1.9 മാത്രമാണ്. സാധാരണഗതിയിൽ ജനസംഖ്യാനുപാതികമായി ലഭിക്കുന്നല്ലേ എല്ലാവരും പ്രതീക്ഷിക്കുക. അവിടെ വന്നു കുറവ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിഷേധിക്കുന്നു. ഏതൊരു സംസ്ഥാനവും വികസന പ്രവർത്തനങ്ങൾക്ക് കടമെടുക്കേണ്ടതായിട്ട് വരും. ആ കടമെടുക്കുമ്പോൾ അതിന് പരിധി ഏർപ്പെടുത്തുകയാണ്, നമുക്ക് വെട്ടിക്കുറവ് വരുത്തുകയാണ്, നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായി നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ തടയലാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ അനുഭവം പരിശോധിച്ചാൽ വലിയ മാറ്റം വികസന രംഗത്തുണ്ടായി എന്നാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഒരു ഇരട്ടത്താപ്പ് നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുണ്ട്. നമ്മൾ കിഫ്ബിയെ പുനർജീവിപ്പിച്ചു. രണ്ട് കൂട്ടരും, ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ആയാലും കിഫ്ബി ആയാലും ഒരേ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി പൊതുമരാമത്ത് പ്രവർത്തികൾ ചെയ്യുന്നു. കിഫ്ബി സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നു. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന കടം കേന്ദ്രത്തിൻ്റെ കടമല്ല. കിഫ്ബി എടുക്കുന്ന കടം കേന്ദ്രത്തിൻ്റെ കടമാണെന്ന് പറഞ്ഞുകൊണ്ട്, ആ കടം കേരളത്തിൻ്റെ കടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കടം സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി കുറയുമെന്നർത്ഥം. അപ്പോൾ എന്താ സംഭവിക്കുക? വായ്പ എടുക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്കാണല്ലോ. അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങളിൽ തടസ്സം വരും. ഇതാണ് ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുണ്ട്. നല്ല വികസനം നമുക്ക് നേടാനും കഴിഞ്ഞിട്ടുണ്ട്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കുന്നത് ശരിയാണ്? അതിപ്പോൾ ഓരോ കൂട്ടർ പ്രചരണം എന്ത് നടത്തണം എന്നുള്ളത് അവരാണല്ലോ തീരുമാനിക്കുക. പക്ഷേ ശബരിമല വിഷയത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, LDF സർക്കാർ കൃത്യതയോടെയാണ് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അതറിയാം. ആ പ്രശ്നം ആദ്യം ഉയർന്നു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു വെളിപ്പെടുത്തലിലൂടെയാണല്ലോ. ആ ശബരിമലയിലുള്ള ഒരു പീഠം കളവ് പോയി എന്തായിരുന്നല്ലോ ആ വെളിപ്പെടുത്തൽ. അപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് പുറപ്പെട്ടു. അന്വേഷണം നടന്നപ്പോൾ കൃത്യമായി അതുള്ള സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കാനായി. പക്ഷേ കണ്ടെടുത്ത സ്ഥലം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീടായിരുന്നു. അവിടെ വെച്ചാണത് കണ്ടെടുത്തത്. അപ്പോൾ എന്തോ ഒരു ദുരുദ്ദേശത്തോടെ നടത്തിയ ഒരു പ്രവർത്തനമാണത് എന്ന് വ്യക്തമായി.
അതിലൂടെയാണ് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്. അതിൻ്റെ തുടർച്ചയായി കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ ദേവസ്വം ബോർഡായാലും സംസ്ഥാന സർക്കാരായാലും കൃത്യതയോടെയുള്ള ഒരു സമീപനമെടുത്തു. അത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാവട്ടെ. ഹൈക്കോടതി അതേ നിലപാട് സ്വീകരിച്ചു. ഹൈക്കോടതിയുടെ ചുമതലയിൽ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചു. സാധാരണ പ്രത്യേക അന്വേഷണ സംഘത്തെ വേണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുക. ഇവിടെ ഹൈക്കോടതി അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്ന നിലയാണുണ്ടായത്. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് എല്ലാ സഹകരണവും പൂർണ്ണമായി നൽകുന്ന നിലയുണ്ടായി. പിന്നെ അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടേറെ പരാതികൾ വന്നു. ആ പരാതികൾക്കെല്ലാം ഹൈക്കോടതി തന്നെ മറുപടി പറഞ്ഞു, വ്യക്തത വരുത്തി. ഹൈക്കോടതി പറഞ്ഞു, ഞങ്ങളുടെ ചുമതലയാണ് അന്വേഷണം നടക്കുന്നത്, ഒരു ബാഹ്യശക്തിയുടെ ഇടപെടലും ഈ അന്വേഷണത്തിനില്ല, ഞങ്ങൾക്കാണ് പൂർണ്ണ ചുമതല. ഈ ഉദ്യോഗസ്ഥരെക്കുറിച്ചും അപ്പോൾ ചില പരാതികൾ വന്നിരുന്നു. ഉദ്യോഗസ്ഥർ നമ്മുടെ രാജ്യത്തെ ഏറ്റവും സത്യസന്ധരായ കഴിവുറ്റ ഉദ്യോഗസ്ഥരാണ്. ഞങ്ങളാണ് അവരെ തിരഞ്ഞെടുത്തത്. കഴിവാണ് മാനദണ്ഡം. അതുകൊണ്ട് ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല, എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്ന തരത്തിലാണ് ഹൈക്കോടതി പറഞ്ഞത്. അതോടെ ആ വിമർശനങ്ങൾക്കെല്ലാമുള്ള മറുപടിയായി. പക്ഷേ നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പും മറ്റും വരുമ്പോൾ എല്ലാ തരത്തിലും ജനങ്ങളെ കഴിയാവുന്നത്ര തെറ്റിദ്ധരിപ്പിക്കാൻ എന്താണ് വഴിയെന്ന് നോക്കുന്നവർക്ക് ഇത് ഒരു പ്രചരണായുധമായിട്ട് ഉപയോഗിച്ചേക്കാമെന്ന് മാത്രം. അത് LDF-നെ ബാധിക്കുന്നതല്ല എന്താണ് വസ്തുത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.